സ്റ്റോക്ക് മാർക്കറ്റിലെ വിവിധതരം ഓർഡർ ടൈപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ പ്ലേലിസ്റ്റിലെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് സെറോദയുടെ വെബ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള കൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിൽ നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ കുറഞ്ഞ പ്രൈസിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാം. എൻ്റെ വാച്ച് ലിസ്റ്റ് ഞാനൊരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നു, ONGC ഞാനിതാ ബൈ ചെയ്യാനായിട്ട് പോകുന്നു. ONGCയുടെ ഇപ്പോഴത്തെ പ്രൈസ് 239 രൂപ 48 പൈസയാണ്. ഞാൻ ബൈ ചെയ്യാനായിട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിൽ ബൈ ചെയ്യണം. ഞാനിവിടെ ബൈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നോർമലി വന്ന് കിടക്കുന്നുണ്ടാവും മാർക്കറ്റ് ഓർഡർ ആയിരിക്കും. മാർക്കറ്റ് ഓർഡറിനെ കുറിച്ചിട്ട് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റ് പ്രൈസിന് നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് ONGCയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അത്രയും എമൗണ്ടിനായിരിക്കും നമുക്ക് ബൈ അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. കാരണം നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അത്രയും എമൗണ്ടിന് ബൈ ചെയ്തോളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 239 രൂപ 40 പൈസക്ക് ബൈ ചെയ്യാൻ താല്പര്യമില്ല. വില കുറച്ചും കൂടെ കുറഞ്ഞു വന്ന് ഒരു 235 രൂപക്കാണ് ബൈ ചെയ്യേണ്ടത്. കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിൽ ബൈ ചെയ്യണം, കുറഞ്ഞ പ്രൈസിൽ ബൈ ചെയ്യണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ നമുക്കൊരു ലിമിറ്റ് ഓർഡർ സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ് ഓർഡറാണ്. ദെൻ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത മാർക്കറ്റ് ഓർഡറിനെ ഒരു ലിമിറ്റ് ഓർഡർ ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴത്തെ പ്രൈസ് 239 രൂപയാണ്. എനിക്കതിന് ബൈ ചെയ്യേണ്ട, വില കുറഞ്ഞൊരു 235 എത്തുമ്പോൾ ബൈ ചെയ്താൽ മതി എങ്കിൽ അവിടെ ലിമിറ്റ് ചൂസ് ചെയ്തിട്ട് 235 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ 235 ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പോവാണ്. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്, ഈ ഒരു പ്രൈസിന് 239 രൂപയ്ക്ക് എനിക്ക് ബൈ ചെയ്യേണ്ട, വില കുറഞ്ഞ് 235 എത്തുമ്പോൾ ബൈ ചെയ്താൽ മതി, കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിൽ ബൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ 235 അതിന് താഴെയോ ആയിരിക്കും ബൈ വരിക. അപ്പോൾ നമ്മൾ 239 മുകളിലുള്ള ഒരു പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുത്താലോ, നമ്മൾ എന്താ പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ 240 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. 240 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 240 എത്തുമ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആവും എന്ന് വിചാരിക്കരുത്. നമ്മളിവിടെ എന്താ പറയുന്നത്, 240 അതിന് താഴെയോ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്തോളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പ്രൈസ് എപ്പോഴും മാർക്കറ്റ് പ്രൈസിന് താഴെയുള്ള ഒരു പ്രൈസ് ആയിരിക്കണം. അല്ല, മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഉയർന്നൊരു പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ ട്രേഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കണം. ലിമിറ്റ് ഓർഡർ നമ്മൾ ഉപയോഗിക്കുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ താഴെ വരുന്ന സമയത്ത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു പൊസിഷന് ഒരു ടാർഗറ്റ് ഓർഡർ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നു. 235 ആണ് ലിമിറ്റ് ഓർഡർ, ലിമിറ്റ് പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ദെൻ ജസ്റ്റ് ടു സ്വൈപ്പ് ടു ബൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓർഡർ അവിടെ പ്ലേസ്ഡ് ആയി, ഒരിക്കലും എക്സിക്യൂട്ട് ആയിട്ടില്ല. ഇനി ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ കാണാം, ഓപ്പൺ ഓർഡേഴ്സിൽ കിടക്കുന്നുണ്ടാവും. ONGCൻ്റെ ഒരു സ്റ്റോക്ക് ഞാൻ ബൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 239 രൂപ 49 പൈസയാണ്. വില കുറഞ്ഞ് 235 എത്തുന്ന സമയത്ത് മാത്രമേ എൻ്റെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് ഓർഡർ ഒരു സെല്ലിൻ്റെ കേസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ നമ്മളാണ് സെല്ലർ. അപ്പോൾ നമുക്ക് ഫേവറായിട്ടൊരു ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹയ്യർ പ്രൈസിൽ നമുക്ക് സെല് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ എങ്ങനെ മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹയ്യർ പ്രൈസിൽ നമുക്കൊരു ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു. ടെക് മഹീന്ദ്രയുടെ സ്റ്റോക്ക് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിന് സെലക്ട് ചെയ്യുന്നു. ദെൻ സെല്ല് കൊടുക്കുന്നു. നമുക്കറിയാം, സെല്ലാവുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇൻട്രാഡേയിൽ മാത്രമേ സെല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വേണ്ട ക്വാണ്ടിറ്റി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഓർഡർ ആക്കാം. ടെക്കമ്മിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1522 രൂപയാണ്. എനിക്ക് 1522 രൂപയ്ക്ക് സെല്ല് ചെയ്യേണ്ട, എനിക്ക് വില കൂടി 1530 രൂപയിലെത്തുമ്പോൾ സെല്ല് ചെയ്താൽ മതി. കുറച്ചും കൂടെ നമുക്ക് ഫേവർ ആയിട്ടുള്ളൊരു 1530 എന്നുള്ള രൂപത്തിൽ സെല്ല് ചെയ്യണം. കുറച്ചും കൂടെ നമുക്ക് വില അധികം കിട്ടുന്ന വിധത്തിൽ സെല്ല് ചെയ്യണം. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ 1522 ആണ്. ഇതിൻ്റെ വില കൂടി 1530 എത്തുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ സ്വൈപ്പ് ഇട്ട് സെല്ല് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഓർഡർ അവിടെ പ്ലേസ്ഡ് ആയി. ഓക്കെ,
ഓപ്പൺ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എക്സിക്യൂട്ട് ആയിട്ടില്ല. ഓപ്പൺ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ടെക് മഹീന്ദ്രയുടെ ഓർഡർ ഞാൻ സെല്ല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 1522 രൂപയാണ്. ഇനി വില കൂടി 1530 മാത്രമേ എൻ്റെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആവുള്ളൂ. ദെൻ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ ഓർഡേഴ്സ് നേരെ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സിൽ കാണാനായിട്ട് പറ്റും. സോ ലിമിറ്റ് ഓർഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ താഴെ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാമെന്നും മാർക്കറ്റ് പ്രൈസിൻ്റെ മുകളിൽ ഒരു സ്റ്റോക്കിനെ സെല്ല് ചെയ്യാമെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഓർഡർ മെയിനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു പൊസിഷന് ഒരു ടാർഗറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ആളുകൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഒരു പൊസിഷന് ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഒരു ടാർഗറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഇപ്പം എൻ്റെ പൊസിഷൻസിൽ വന്നു കഴിഞ്ഞാൽ നിലവിൽ പൊസിഷൻസിൽ സ്റ്റോക്ക് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ ജസ്റ്റ് ഒന്ന് ബൈ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതാ ഇൻഫോസിസിൻ്റെ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാനായിട്ട് പോകണം. ജസ്റ്റ് മാർക്കറ്റ് പ്രൈസിൽ വന്നിട്ട് ഞാനൊരു സ്റ്റോക്കിനെ ബൈ ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, ഇപ്പോൾ ഇൻഫോസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് എൻ്റെ കയ്യിൽ ഉണ്ട്, എൻ്റെ പൊസിഷൻസിലുണ്ട്. ഇതൊരു ഇൻട്രാഡേ ഓർഡർ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ ഒരു ടാർഗറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. ഇൻഫോസിസ് എന്ന് പറയുന്ന സ്റ്റോക്ക് കണ്ടോ 1498 രൂപക്കാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വാങ്ങിയ പ്രൈസ് 1498 ദെൻ ഇതിൻ്റെ വില കൂടി 1500 രൂപ എത്തുന്ന സമയത്ത് എനിക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യണം. വില 2 പോയിന്റ് കൂടെ കൂടുന്ന സമയത്ത് എനിക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇൻഫോസിസ് ചൂസ് ചെയ്തിട്ട് എക്സിറ്റ് കൊടുക്കുന്നു. എൻ്റെ കയ്യിലൊരു ബൈ പൊസിഷനാണ്. അപ്പോൾ എൻ്റെ എക്സിറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി സെൽ ഓർഡർ ആയിരിക്കും. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യണം എന്നാണെങ്കിൽ എനിക്കിവിടെ മാർക്കറ്റ് ചൂസ് ചെയ്താൽ മതി. എനിക്ക് മാർക്കറ്റ് പ്രൈസിലല്ല സെല്ല് ചെയ്യേണ്ടത്. ഹയർ പ്രൈസിൽ വില കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതെൻ്റെ ഒരു ടാർഗറ്റ് ഓർഡർ ആയിരിക്കും. ഇപ്പോൾ 1498 എനിക്ക് ആ എമൗണ്ടിന് സെല്ല് ചെയ്യേണ്ട, മറിച്ച് വില കൂടിയിട്ട് ഒരു 1500 രൂപ എത്തുമ്പോൾ സെല്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ ലിമിറ്റ് പ്രൈസിൻ്റെ അവിടെ 1500 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ലിമിറ്റ് പ്രൈസിൻ്റെ അവിടെ 1490 വേണ്ട, എനിക്ക് 1500. എൻ്റെ ടാർഗറ്റ് 1500 ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓർഡർ അവിടെ പ്ലേസ്ഡ് ആയി. ദെൻ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ഓർഡേഴ്സിൽ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ബൈ പൊസിഷൻ്റെ എൻ്റെ കയ്യിലുള്ള പൊസിഷൻ്റെ ടാർഗറ്റ് ഓർഡർ ആയിട്ടുള്ളൊരു സെൽ ഓർഡർ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പ്രൈസ് 1498 ദെൻ വില കൂടി 1500 എത്തുന്ന സമയത്ത് നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒരു ഷോർട്ട് പൊസിഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇവിടെ വരുന്നു പൊസിഷൻസിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെല്ല് എക്സിറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലിമിറ്റ് ഓർഡർ വെച്ചിട്ടാണ് ടാർഗറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സെറോദയുടെ സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ലിമിറ്റ് ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ താഴെ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാമെന്നും കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ മുകളിൽ ഒരു സ്റ്റോക്കിനെ എങ്ങനെ സെല്ല് ചെയ്യാമെന്നും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു പൊസിഷനെ ലിമിറ്റ് ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് ടാർഗറ്റ് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ഇതെന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ആ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.